पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावणकुम्भकर्णहननम् एतद्धि रामायणम्. ഞാൻ നിർമ്മല കുട്ടികൃഷ്ണൻ മലപ്പുറം തിരൂരിലാണ് താമസിക്കുന്നത്. രാമായണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ച് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഓം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാൽ സുമിത്രാ സുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വതയോർവായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. രാമായണം യുദ്ധകാണ്ഡം. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭരാ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണയായി വന്നീതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘൂത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യമനർഘമനൂപമം ആദിത്യപുത്രനു നൽകിനാൻ. ആദരാൽ ആതിഥേയാധിപപുത്രതനയനും അംഗത ദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാപാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ഠദേശത്തിങ്ക നിന്നങ്ങെടുത്തിട്ട് 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർതൃമുഖാബ്ജവും മാരുതി വക്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾക്കമലത്തിൽ നിനക്കൂ മനോഹരെ നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലെ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടു തിരുമുമ്പിൽ നിന്നിടും. അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദ പരവശനായി മധുരാക്ഷരം. മാരുതനന്ദന വേണ്ടും വരത്തെ നീ വീര വരിച്ചുകൊള്ളുകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിന്തിരുപടി തന്നെ നാമവും ചാരു ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ നാരദം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ട ദയാനിധേ മുറ്റു വിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പ പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു രാമവാദാബ്ജവും ചിന്തിച്ചു ചെന്നു ഹിമാലയം പുക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിം ദാഹനം പശ്ചാദ്രാവണ കുംഭകർണഹനനം. ഇതധ്യാത്മരാമായണം. നമ്മൾ പല പുരാണങ്ങളും പുരാണ ഗ്രന്ഥങ്ങളും വായിക്കാറുണ്ട്. പക്ഷേ
എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണം വായിക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം അല്ലെങ്കിൽ ആ ഒരു തൃപ്തി അല്ലെങ്കിൽ സന്തോഷം മറ്റൊരു ഗ്രന്ഥത്തിനും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കർക്കിടകത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും കുറച്ച് ഭാഗം രാമായണം വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. രാമായണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ഹനുമാൻ. കാരണം മറ്റൊന്നുമല്ല, സീതയെ കട്ടുകൊണ്ടുപോയി ലങ്കയിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു രാവണൻ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ അതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ ദുഃഖം അനുഭവിക്കുകയാണ്. അവിടെ അദ്ദേഹത്തെ എല്ലാ തരത്തിലും പലരും സഹായിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ തരത്തിലും സഹായിച്ച ഒരു കഥാപാത്രമാണ് ഹനുമാൻ. അദ്ദേഹം മാത്രം മതിയായിരുന്നു ശ്രീരാമനെ സഹായിക്കാൻ. മറ്റൊരാളില്ലെങ്കിലും ഈ ദൗത്യമെല്ലാം പൂർണ്ണമാക്കിയിട്ട് ശ്രീരാമന് മടങ്ങിപ്പോവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും ആരാണ് എനിക്ക് സഹായം തരിക, ലങ്കയിലേക്ക് ആർക്ക് ചാടാൻ സാധിക്കും, സമുദ്രം കടന്ന് അക്കരെ എത്താൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം ശക്തി അറിയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു ഹനുമാൻ. അപ്പോഴാണ് അദ്ദേഹത്തെ ജാമ്പവാൻ ഉണർത്തുന്നത്. എൻ്റെ ദുഃഖം ഒരു പഴമാണെന്ന് കരുതിയിട്ട് സൂര്യനെ പിടിക്കാൻ തുനിഞ്ഞതല്ലേ നീയെ, എന്താ നീ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞൊരു ഉത്തേജനം കൊടുക്കുമ്പോൾ ആ ഒരു ശക്തി വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം അതിനെല്ലാം പുറപ്പെടുകയാണ്. അവസാനം എല്ലാതും കഴിഞ്ഞു. രാവണനെ വധിച്ചു, സീതയെ കൊണ്ടുപോന്നു, അയോധ്യയിലേക്ക് വന്നു. അവിടെ സീത തൻ്റെ ശുദ്ധി അഗ്നിയിൽ ചാടിയിട്ട് തെളിയിച്ചു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കൊടുത്ത് വിടുകയാണ്. ഹനുമാന് ആ ഒരു ഹാരം സീതയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ആർക്കാണോ ഇതിൽ ഇഷ്ടം ആ വ്യക്തിക്ക് ഇത് കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ സീത യാതൊരു സംശയം കൂടാതെ കൊടുക്കുന്നത് ഹനുമാനാണ്. അപ്പോൾ എന്നിട്ട് ശ്രീരാമൻ ചോദിക്കും, എന്ത് വരാണ് നിനക്ക് വേണ്ടത്, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. കാരണം എന്നെ എല്ലാ തരത്തിലും സഹായിച്ചതും എൻ്റെ ഒപ്പം നിന്നതും നീയാണ്. അതുകൊണ്ട് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അതായത് വാനരാദികൾക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. അവിടെ ഹനുമാൻ പറയുന്നൊരു ഭാഗമുണ്ട്, എനിക്കൊരു വരവും വേണ്ട, ഒരു സമ്മാനവും വേണ്ട, എനിക്ക് അങ്ങയെ എന്നും സ്മരിക്കാൻ സാധിക്കണം. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അങ്ങയുടെ ആ ഒരു നാമ ജപ സ്മരണ ഉണ്ടായാൽ മതി. എനിക്ക് കണ്ണു തുറക്കുമ്പോൾ അങ്ങയുടെ രൂപം എനിക്ക് കണ്ണിൽ പതിയണം. എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങ് ഉണ്ടാവണം, ആ ഭക്തി ഉണ്ടാവണം, ഒരിക്കലും അറ്റുപോകാത്ത ഭക്തി അങ്ങയിലുണ്ടാകണം, ഇത് മാത്രം മതി എന്ന് പറയുന്നൊരു ഭാഗമാണ്. അവിടെ നമുക്ക് ഇത് വായിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാനിത് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് കണ്ണിൽ വെള്ളം നിറയാതെ അല്ലെങ്കിൽ ഒന്ന് മനസ്സൊന്ന് ഇടറാതെ വായിക്കാൻ സാധിക്കില്ല. അത്രമാത്രം വളരെ ടച്ചിങ് ആയിട്ടൊരു ഭാഗമാണ് അത്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഭാര്യയാണെങ്കിലും ഭർത്താവിൽ നിന്ന് ചിലത് നമ്മൾ ആഗ്രഹിച്ചു പോകും. ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കും. കാമുകനാണെങ്കിലും കാമുകിൽ നിന്ന്, കാമുകിൽ നിന്ന്. നമ്മൾ എന്തിനാ പറയണേ, നമ്മൾ വളർത്തുന്ന മക്കളിൽ നിന്ന് വരെ നമ്മൾ പലതും പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഹനുമാൻ എല്ലാ അധ്വാനങ്ങളും ചെയ്ത് ഒന്നും വേണ്ട എന്ന് പറയുന്നത്, അതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മസഖ്യം എന്ന് പറയുന്നത്. ഒന്നും പ്രതീക്ഷിക്കാത്ത വളരെ എന്താ പറയുക, മനസ്സ് നിറഞ്ഞിട്ടുള്ള ആ ഒരു ആത്മസഖ്യം, സുഹൃത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ തയ്യാറാകുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശം അതാണ്. അവരും പല സുഹൃത്ത് ബന്ധങ്ങളിലും ഏർപ്പെടും, സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യും, അവരുമായിട്ട് ഇടപഴകുമ്പോഴും ഈ ഒരു ഭാവം അവർക്കുണ്ടാവാൻ നമ്മൾ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഒരു ആത്മസഖ്യത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നതാണ്. ഹനുമാന്റെ പ്രാധാന്യം അതാണ്. രാമായണത്തിനെ ശരിക്കും ഒരു സജീവമാക്കി കൊണ്ടുപോകുന്ന കഥാപാത്രം ഹനുമാനാണ്. അപ്പോൾ ആ ഒരു ഒരിക്കലും മരിക്കാത്ത ആ ഹനുമാന്റെ ആ ഒരു സ്മരണ മനസ്സിൽ നിറച്ചുകൊണ്ട് ഈ ഒരു സന്ദർഭം വിവരിക്കാൻ എനിക്കിങ്ങനെ സാധിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.